പത്തനംതിട്ട കുമ്പഴ ജാനകി വധക്കേസിൽ പ്രതി മയിൽസ്വാമിക്ക് ജീവപര്യന്തം തടവ്. 25,000 രൂപ പ്രതി പിഴയൊടുക്കണമെന്നും അഡീഷണൽ ജില്ലാ കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളാണ് പ്രതിക്കെതിരായി മാറിയത്. തൊണ്ണൂറ്റിരണ്ടുകാരിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് തമിഴ്നാട് സ്വദേശി മയിൽസ്വാമിക്ക് കോടതി ശിക്ഷ വിധിച്ചത്. സംഭവം നടന്ന 2020 സെപ്റ്റംബർ 7 രാത്രി ജാനകിയും മയിൽസ്വാമിയും മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാനായി. ജാനകിയെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ട സ്ഥലത്തു നിന്നും മയിൽസ്വാമിയുടെ ചോരപുരണ്ട കാൽപ്പാടുകളും കിട്ടി. ഇതാണ് കൊലപാതകത്തിന് പിന്നിൽ മയിൽസ്വാമിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രധാന തെളിവുകൾ. മയിൽസ്വാമി, ഇയാളുടെ ബന്ധു ഭൂപതി, ഈ രണ്ട് സഹായികൾക്കൊപ്പമാണ് ജാനകി വീട്ടിൽ കഴിഞ്ഞു വന്നത്. ഭൂപതിക്ക് സ്വർണവും പണവും മയിൽസ്വാമി നൽകിയിട്ടുണ്ട്. കൊലപാതകം നടന്നതിന് തലേന്ന് ഭൂപതി സ്വന്തം വീട്ടിലേക്ക് പോയി. കോവിഡ് വ്യാപിച്ചിരുന്ന കാലത്ത് ഭൂപതി മടങ്ങി വരുമോ എന്നതിൽ മയിൽസ്വാമിക്ക് ആശങ്കയുണ്ടായിരുന്നു. പ്രായമേറി വരുന്ന തനിക്ക് ഇനി തുണയായി മറ്റാരും ഉണ്ടാകില്ലെന്ന് ധരിച്ച് ശിഷ്ടകാലം ജയിലിൽ കഴിയുന്നതാണ് ഉചിതമെന്ന ചിന്തയിലായിരുന്നു മയിൽസ്വാമി അത്രേ. ഇതിനായി 92കാരിയെ കഴുത്തറത്ത് കൊന്നു. അതേ വീട്ടിൽ തന്നെ തുടർന്നു. തൊട്ടടുത്ത ദിവസം പുലർച്ചെ അയൽപ്പക്കത്തെ വീട്ടിൽ കിട്ടിയ പത്രത്തിൽ അമ്മയെ ഞാൻ കൊന്നു, പോലീസിനെ അറിയിക്കണം എന്നെഴുതിയ കുറിപ്പുണ്ടായിരുന്നു. ഇത് വായിച്ച വീട്ടുകാർ ജാനകിയുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചു. അവരെത്തി പരിശോധിച്ചപ്പോഴാണ് ജാനകി കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചത്. സ്ഥലത്തെത്തിയ പോലീസ് വീട്ടിൽ നിന്ന് തന്നെ മയിൽസ്വാമിയെ കസ്റ്റഡിയിലെടുത്തു. കേസിലെ ഒന്നാം സാക്ഷി അയൽക്കാരി വീട്ടമ്മയായിരുന്നു. ഇവരടക്കം 18 സാക്ഷിമൊഴികളും പ്രതിക്കെതിരായിരുന്നു. കേൾവി തകരാർ, സംസാര വൈകല്യം എന്നിവയുള്ള ആളാണ് പ്രതി. കൊല ചെയ്യപ്പെട്ട ആളുടെ പേര് പരാമർശിക്കാതെ കൃത്യത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വിശദീകരിക്കുന്ന കുറിപ്പ് മയിൽസ്വാമി നേരത്തെ തയ്യാറാക്കിയിരുന്നുവെന്നാണ് സൂചന. ഇതിന്റെ പകർപ്പാണ് ദിനപത്രത്തിൽ തിരികെ അയൽ വീട്ടുകാർക്കും നൽകിയത്. 3 മക്കളുള്ള ജാനകി മൂത്ത മകന്റെ പേരിലുള്ള വീട്ടിലാണ് സഹായികൾക്കൊപ്പം താമസിച്ചു വന്നത്.